നിങ്ങൾ ക്യാപ്ഷൻ കണ്ട പോലെ നമ്മളിന്ന് ഗുണ്ടൽപേട്ടിലേക്ക് പോവാണ് കേട്ടോ. ഏകദേശം 6 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. നമ്മൾ റോഡ് ട്രിപ്പാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു റോഡ് ട്രിപ്പൊക്കെ പോണത് കേട്ടോ. നമ്മൾ താമരശ്ശേരി കഴിഞ്ഞ് അടിവാരം എത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങ് വയനാട് ചുരം അങ്ങ് കയറി തുടങ്ങി. ചുരം അങ്ങ് കയറി തുടങ്ങിയപ്പോഴത്തേക്കും നല്ല കോടമഞ്ഞായി കേട്ടോ. അത് കാണാനായിട്ട് എന്ത് ഭംഗിയായിരുന്നെന്നറിയോ. എനിക്കത് വാക്കുകൾ കൊണ്ട് പറയാനറിയില്ല. നിങ്ങൾ ഈ സീൻ തന്നെ ഒന്ന് കണ്ടു നോക്കൂ. എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആയിരുന്നു. കോടയൊക്കെ നിറഞ്ഞ വയനാട് ചുരം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ സുൽത്താൻ ബത്തേരി കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ പോകുന്നതാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മൾ റോഡ് ട്രിപ്പ് നമ്മൾ പിന്നെ അങ്ങ് തുടർന്നു. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂറോളം യാത്രയുണ്ട് ഗുണ്ടൽപേട്ടിൽ എത്തിപ്പെടാനായിട്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കാട്ടിലൂടെയാണ്. ഇരുവശങ്ങളിലും നിറയെ മരങ്ങളുണ്ട്. കാണാനായിട്ട് എക്സ്ട്രീംലി ബ്യൂട്ടിഫുള്ളാണ്. ഈ പച്ചപ്പും ഹരിതാപയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരിക്കലും മിസ്സാവില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബോർഡർ കടക്കുന്നതിന് മുന്നേ, ഇത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥാപനമാണോ എന്ന് എനിക്കറിയില്ല, അവിടെ നല്ല തേൻ കിട്ടുമെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് തേൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല തേനായിരുന്നു കേട്ടോ. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തേനും വാങ്ങി ബോർഡറും കടന്ന് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോർഡർ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ കാടാണല്ലോ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും അനിമലിനെ കാണുമെന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് നിറയെ മാനിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ആനകളെ കണ്ടത്. ആനയുടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. കുറച്ച് മുന്നോട്ട് പോയ സമയത്ത് ഒരു ഒറ്റക്കൊമ്പൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ആനയെ കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല, നമ്മൾ നല്ല വിടർന്ന് നിൽക്കുന്ന മയിലിനെയും പിന്നെ മലയന്നാനെയും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴത്തേക്ക് നമ്മൾ ഗുണ്ടൽപേട്ട് എത്തിയിട്ടുണ്ട്. ഈ സൂര്യകാന്തി പാടങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് വന്നിട്ടുള്ളത്. അയ്യോ, എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ചെണ്ടുമല്ലി പാടങ്ങളും വാടാമല്ലിയും കാപ്പി കളറുള്ള ചെട്ടിപ്പൂകളൊക്കെ ഉണ്ടായിരുന്നേ. ഇവരുടെ ഈ പാടത്തിലേക്ക് കയറണമെങ്കിൽ പെർമിഷൻ എടുക്കണം. ഏകദേശം 20 രൂപ പെർ പേഴ്സണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും വേണ്ടിയില്ല, നമ്മൾ കയറി അങ്ങ് നിരങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുള്ളിൽ. നല്ല വെയിലായിരുന്നു. അപ്പോൾ കുടയെടുക്കാനും സൺഗ്ലാസ് വെക്കാനൊന്നും മറന്നു പോകരുത്. പക്ഷേ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നമ്മൾ പോയത് എന്തായാലും വീക്കെൻഡ് ആയതുകൊണ്ട് നിറയെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഓണമൊക്കെ ആവാറായല്ലോ, അതുകൊണ്ട് ഈ പൂക്കളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പാടമൊക്കെ നിറഞ്ഞു നിൽക്കുമായിരുന്നു കേട്ടോ. ഇത് ഇവിടെ മാത്രമല്ല, ഇതിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോഴും ഈ ഒരു സെയിം സ്ഥിതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. നിറയെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ സീസൺ അങ്ങ് കഴിഞ്ഞ ഈ പാടങ്ങളൊന്നും കാണില്ലല്ലോ. പിന്നെ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു കരിക്കൊക്കെ കുടിച്ചൊന്ന് റിഫ്രഷ് ആയി. കാരണം പുറത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ. കരിക്കിന് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അതിൻ്റെ കാമ്പൊക്കെ എടുത്ത് കഴിച്ച് നമ്മളിനി അടുത്ത് പോകാൻ പോകുന്നത് ഗോപാൽസ്വാമി ടെമ്പിളിലേക്കാണ്. അതും ഇവിടുന്ന് കുറച്ചധികം ദൂരമുണ്ട്. കുറച്ച് നേരം ഡ്രൈവ് ചെയ്താൽ മാത്രമേ അവിടെ എത്തുള്ളൂ. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇത് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിനുള്ളിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അമ്പലമാണ്. ഇവിടുത്തെ ഡിവോട്ടി കൃഷ്ണയാണ്, ലോർഡ് കൃഷ്ണ. കുന്നിൻമുകളിലായതുകൊണ്ട് തന്നെ കർണാടക RTCയിലാണ് നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺ യാത്ര വരുന്നത്. പെർ പേഴ്സണ് 70 റുപ്പീസാണ് വരുന്നത്. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ പോയ ദിവസം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കയറാനുള്ള വണ്ടി വന്നു. അങ്ങനെ അതിനകത്ത് കയറിയപ്പോഴത്തേക്കും ചെറിയൊരു ചുരം കയറിയിട്ടാണ് മലമുകളിൽ എത്തുക. അപ്പോഴേക്കും നല്ല മഴ പെയ്തു കേട്ടോ. ഇവിടുത്തെ വെതർ കണ്ടീഷൻസ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കുന്നിൻ മുകളിലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ വ്യൂ ഉണ്ടല്ലോ, ഈ കുന്നിൻ മുകളിൽ നിന്ന് താഴെ ഭാഗത്തേക്ക് നോക്കുന്നേരം എക്സ്ട്രീംലി ബ്യൂട്ടിഫുള്ളാണ്. അങ്ങനെ മഴ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കോടയായി. നമ്മൾ വിചാരിക്കാത്ത അത്ര തണുപ്പും കാറ്റുമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് പ്രസാദം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ പ്രസാദം കഴിച്ച് നമ്മൾ വിശപ്പൊക്കെ മാറ്റാം. നല്ല ഫുഡായിരുന്നു, നല്ല പ്രസാദമായിരുന്നു. ഈ അമ്പലം ഹൊയ്സാല എറ 1315 കിങ് വീരബല്ലയാണ് നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ബന്ദിപ്പൂർ നാഷണൽ പാർക്കിനുള്ളിലായതുകൊണ്ട് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ അമ്പലം ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകുന്നത്. കാരണം വന്യമൃഗങ്ങളുടെ ഒരു സ്വൈര്യവിഹാര കേന്ദ്രമാണ് ഈ അമ്പലം. പക്ഷേ എന്നിരുന്നാലും ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ട്. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഇത്. അങ്ങനെ നമുക്ക് കുന്നിറങ്ങാനുള്ള സമയമായിട്ടുണ്ട്, നമുക്ക് വീടെത്താനും സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റു വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം. ടാറ്റാ.